ഇത് എഴുതാം. 10-15 വർഷമായിട്ട് മലയാള സിനിമയിൽ കയറാൻ വേണ്ടി എന്തോരം സ്ക്രിപ്റ്റ് എഴുതി വെച്ച്, പക്ഷെ കൊണ്ടു ചെല്ലുമ്പോ പ്രൊഡ്യൂസർമാർ പറയാ വേണ്ട വേണ്ടാന്ന്. എന്നെ മലയാള സിനിമയ്ക്ക് വേണ്ടേ? ഇതറിയ അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് ഒരു കോള് വരും, നോക്കട്ടെ. ഹലോ ചേട്ടായി, ആരടി? ഞാൻ മിന്നുവാ. അതുപോലെ ലൂസ് കണക്ഷനും ആയിരിക്കും, ഒന്നുകൂടി ഊരിട്ട് കുത്തി നോക്കി ചിലപ്പോൾ നല്ലപോലെ കത്തും. മനുഷ്യൻ നിങ്ങളുടെ ഭാര്യയാണ്. എടി എന്താടി? അതെ, ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നമ്മുടെ അപ്പൂപ്പൻ ബാത്റൂമിൽ വീണ് കിടക്കുക. എന്തിന് നീ ഒന്നും ചെയ്തില്ലേ? ഞാൻ എന്ത് ചെയ്യാൻ? പുള്ളി അവിടെ നേരത്ത് മാറ്റടി. ഇനി എത്ര പേർക്ക് അവിടെ കുളിക്കാനുള്ളയാ? എടുത്ത് മാറ്റ്. എപ്പ വരും? എപ്പ വരും? നീ ഒന്ന് ഫോൺ വെച്ചാണ്. ഇവിടുമാർക്ക് നമ്മുടെ സിനിമാക്കാർ തിരക്കറിയാമോ? വീട്ടിൽ ഇരുന്ന് വിളിച്ചാൽ മതി. എപ്പോ ഒരു കുഴിമന്തി കൊണ്ടുപോകാം, സിനിമ കാണിക്കാൻ പോണം. മനുഷ്യ ഇവിടെ കിടന്ന് എഴുതി ഉരുക തന്നെ. ഈ ഒരു സിനിമ വരുന്നതോടുകൂടി എന്റെയും എന്റെ കൂട്ടുകാരൻ മോഹന്റെ ജീവിതം മാറി മറിയും. നോക്കിക്കോ ചന്ദ്ര. ഹലബല്ലു ഹോല ഹോല ഹലബല്ലു 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 ഹോല ഹോല ഹലബല്ലു അർമാനി പ്രൊഡക്ഷൻ ഫുഡ്. നീ ഇതിന്റെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത് പോയല്ലടാ? പിന്നെ എന്റെ അച്ഛൻ തന്നോട്ടെ. നീ അച്ഛനോട് എന്തോ പറഞ്ഞു ഇവിടെ നല്ലോണം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുവാന്ന്. ഞാൻ പറഞ്ഞു മോ ഇവിടെ വയറൊട്ടി ഇരിക്കുകയാണ്, ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് തന്നിട്ടേ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നീ പോയ കാര്യം എന്തായി? സംഭവം എല്ലാം സെറ്റാണ്. എന്താണ്? വലിയ പണക്കാരനുണ്ടല്ലോ ബാഹുലേയ മുതലാളി, നമ്മുടെ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിന്ന ആള്, അങ്ങേരുടെ മാനെ ഞാൻ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. വെരി ഗുഡ്. നമ്മൾ ഇനി ബാഹുലേനെ വിളിക്കുന്നു. തന്റെ മോൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നമ്മുടെ സിനിമ എന്ന് പ്രൊഡ്യൂസ് ചെയ്ത് റിലീസ് ചെയ്യുന്നു അന്ന് ഇയാളുടെ മോനെ നമ്മൾ റിലീസ് ചെയ്യുന്നു പറയുന്നു. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ മോശം പോസ്റ്റർ ഇറക്കും കേട്ടോ. എന്തുവാടാ നീ പറയണത്? എന്താ എടാ, ആദ്യം നല്ല പോസ്റ്റർ ഇറക്കി വിട്ടാ, മോശം പോസ്റ്റർ ഇറക്കി വിട്ടാ ആര് കാണുന്നതൊക്കെ? ഇതൊക്കെ സിനിമയിലുള്ളതാ, ഇതൊന്നും അറിഞ്ഞൂടല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 8. ഞാൻ ബികോം ടാലി. ആവശ്യമില്ലാത്ത ബികോം ടാലി വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എടാ, ഞാൻ അതിലുപരി മലയാള സിനിമയെ കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ബാലനെ കുറിച്ച് നിനക്ക് എന്തോ അറിയാം? ബാലമാമനെ പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ 250 രൂപ തന്ന് നീ ഞാനും കൂടെ പൊറോട്ട ഇറച്ചി മേടിച്ചിരുന്നു. ആ ബാലമാമനെ നീ മറന്നേടാ. നീ എന്താടാ പറയണേ? എടാ, ബാലൻ എന്ന് പറയുന്ന മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രമല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതൊന്നും അറിഞ്ഞൂടല്ലേ? എന്നാ മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രം ഏതാ? വിജയരാഘവനുണ്ട്. വിജയരാഘവനോ? മറ്റേ വിജയകുമാരി ചേച്ചി. ഏത് സീരിയലുള്ള വിജയകുമാരി ചേച്ചിയോ? അതല്ല, അങ്ങനെ വിഗതകുമാരൻ. എനിക്ക് അതൊന്നും അറിയത്തില്ല. നാക്കിന്റെ തുമ്പത്തിരിക്കുന്നു, പക്ഷെ എനിക്കത് പിടുത്തമില്ല. അതുകൊണ്ടാണ്. എടാ, ഇതൊക്കെ പഠിക്കണം. 15 കൊല്ലം അയ്യവന്റെ കൂടെ നടക്കുന്നു, രക്ഷപ്പെടുന്നില്ല. എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല? കേരളത്തിൽ നശിച്ചു പോകും നിന്റെ കൂടെ. സംഭവം വേറെ ഒന്നുമല്ലടാ, നമ്മളെ മലയാള സിനിമയ്ക്ക് വേണ്ട, പക്ഷെ തമിഴ് സിനിമയ്ക്ക് നമ്മളെ വേണം. അത് ശരിയാ. തമിഴിൽ പോയി കഴിഞ്ഞാൽ രജനികാന്ത് തിരുവനന്തപുരത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അവസരം തരും. രജനികാന്ത് തിരുവനന്തപുരത്ത് ഓടാ എഴുന്നേറ്റ് കർണാടകക്കാരനാണ്. എടാ, പാട്ടി ജയിലറി പറയുന്നുണ്ടല്ലോ തിരുവനന്തപുരത്ത് തന്നെ. അങ്ങനെ வா அழகு பார்த்தவன் எங்க அப்பா உசுர கேட்டவன் தலைவர் திருவந்தரம். தலைவர் திருവനന്തപുരം. തലൈവര് തിരുവനന്തപുരം എന്നല്ല, തലൈവര് നിരന്തരം. അങ്ങനെ പറഞ്ഞ എന്തുവാ? അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. നിരന്തരം എന്ന് പറഞ്ഞാൽ തലൈവര് എല്ലാ ദിവസവും അവിടെ ഉണ്ടെന്ന്. ഇങ്ങനെ പോയിക്കാൻ നമ്മൾ രക്ഷപ്പെടില്ല. നിനക്ക് എഴുതാനും ഒന്നും അറിയത്തില്ല. നീ എന്തിനാണ് എന്റെ തൂലികയെ പിടിച്ച് കളിക്കണത്? ആവശ്യമില്ലാത്ത കാര്യം പറയാൻ. നിന്റെ തൂലിക ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല. അല്ല, നീ എന്റെ സ്ക്രിപ്റ്റിനെ കളിയാക്കണ എന്തിനാണെന്ന് അതെനിക്കറിയാമല്ലോ. ഞാൻ നല്ല കിടുക്ക് കഥകളാണ് ഞാൻ എഴുതി വെച്ചേക്കണത്. ഒന്നാമത് ഇപ്പോ ന്യൂ ജനറേഷൻ സിനിമ ഞാൻ എഴുതി വെച്ചു. രതി നിർവേദത്തിന്റെ സെക്കൻഡ് പാർട്ട്. ഓടെ എഴുന്നേറ്റ് നല്ല നടന്ന കഥയാണ് അതൊക്കെ. രതി നിർവേദ സിനിമ കണ്ടപ്പോ ലാസ്റ്റ് രതി ചേച്ചിയെ പാമ്പ് കടിച്ചു കൊല്ലുന്നു. സങ്കടം വന്നാ? എനിക്ക് ഭയങ്കര സങ്കടം വന്ന്. ഞാനും അപ്പനും കൂടെ കെട്ടിപ്പിടിച്ചാണ് കിടന്ന് കരഞ്ഞറിയോ. എടാ, പക്ഷെ എന്റെ സിനിമയില് രതി ചേച്ചിയെ പാമ്പ് കടിക്കുന്നു, പക്ഷെ രതി ചേച്ചി ചാവുന്നില്ല. ഈ കടിച്ച പാമ്പ് തന്നെ വന്ന് രതി ചേച്ചിയുടെ വിഷം എടുത്തോണ്ട് പോകുന്നു. എടാ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വേഷം അതിൽ ചെയ്യാടാ. ഏതാ? പാമ്പിന്റെ വേഷം ഞാൻ ചെയ്യാം. എന്നിട്ട് ഞാൻ വന്ന് കടിച്ച് സെറ്റായിക്കോളാം, ഒരു വിഷയമില്ല. എന്താടാ നെഗറ്റീവ് ഇടാൻ സമയമായി. മോശമല്ലടാ, അങ്ങനെ നെഗറ്റീവ് കമന്റ് ഒന്നും നമ്മൾ ഇടരുത്, അത് മോശമാണ്. എടാ, നമ്മൾ ഇതുവരെ ചാനലിൽ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. സിനിമയിൽ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ഫ്രസ്ട്രേഷൻ നമ്മൾ എങ്ങനെ തീർക്കുന്നത്? ഇതുപോലെ ഓരോരുത്തർ നല്ല നല്ല പരിപാടി കാണുമ്പോൾ നമ്മൾ കമന്റ് ഇടും. ഇട്ട് ഓരോന്നിട്ട് കോമഡി വന്നടാ. ആ കോമഡി ഷോയ്ക്ക് 2-3 കമന്റ് ഇടാ. ചിരിക്കണമായിരിക്കും. ഊള കോമഡി. അയ്യോ, എനിക്ക് മാത്രം ചിരി വരുന്നില്ല. കളഞ്ഞിട്ട് വല്ല മേശ്ശേരി പണിക്കും പോടാ. അതിടാ. പോടാ, വേറെ പണി നോക്കണ്ട. 40 കോടിയുടെ ഒരു സിനിമ. ഇതിനൊരു കമന്റ് ചെയ്യാത്ത 4 സെക്കൻഡ്. ഇത് ഊളപ്പടം, ഇത് ആരും കാണല്ലേ. കണ്ട പടം പൊളിഞ്ഞു. പുതിയ ഒരെണ്ണം വന്നടാ. പുതിയ ഒരെണ്ണം വന്നു. കൊള്ളത്തില്ല. ഫസ്റ്റ് ഹാഫ് ലാഗ്, സെക്കൻഡ് പാർട്ട് കൊള്ളത്തില്ല. പടം മൊത്തത്തിൽ ഫ്ലോപ്പ് എന്ന് പറഞ്ഞ് അടിച്ചിടും. സിനിമ റിലീസ് അല്ല, കാസ്റ്റിംഗ് കോളാണ് കിടക്കണം. സിനിമയില് ജാതി വിവേചനം ഇടും. അങ്ങനെയാണത്. പിന്നെ അതാണ്ട് കാസ്റ്റിംഗ് കോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ജാതിക്കാരൻ മാത്രം പറഞ്ഞു. നമ്മളെ വേണ്ട, ആർക്കും വേണ്ട, ആർക്കും വേണ്ട. നീ പോയേ ബാഹുലേന്റെ മോനെ വിളിച്ചോട്ടോ. എത്രയും പെട്ടെന്ന് ബാഹുലേനെ വിളിക്കണം. ഓക്കേടാ. വിളിച്ചുണക്കാണ്. ഇത് താരാട്ടുപാടി ഉറക്കുവോ? ലിങ്കിട്.
ആരാ? വിളിയടാ, നിന്റെ അച്ഛനെ വിളിയടാ. 15 വർഷം മുമ്പ് ചത്തുപോയ അച്ഛനെ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുമോ? എടാ, ഈ ചെറുക്കനെന്തോ നല്ല ബേസ് ശബ്ദത്തിന്. ചിലപ്പോ നല്ല പോഷകാഹാരം കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ കട്ട സൗണ്ട് നേരത്തെ വരും. ബാഹുലേയന്റെ മോനല്ലേ? ഇത് തന്നെയാണ് നാട്ടുകാരും പറയണത്. അവരവനെ പലതും പറയും. ഈ ഒരൊറ്റ കേസിനാണ് അമ്മ അച്ഛനെ വെട്ടിക്കൊന്ന് ജയിലിൽ പോയത്. എടാ, എന്താടാ ഇതൊക്കെ പറയണേ? ഇങ്ങോട്ട് നോക്കിയാ നിന്നെ ഞങ്ങള് കിഡ്നാപ്പ് ചെയ്തതാ. വെരി ഗുഡ്, അടിപൊളി, താങ്ക് യു. 46 വയസ്സിനിടയ്ക്ക് എന്നെ ആരും ഇതുവരെ കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. ഇതെനിക്കാണ് സൂചിച്ച് ഒരു പ്രാവശ്യം ചെയ്യും. എന്തിനാ ഈ പറയണേ? ഒരു പ്രാവശ്യം പ്ലീസ്. എടാ, ഒന്നുമില്ല. അല്ല, നിങ്ങളുടെ ബാഹുലേന്റെ മോനല്ലേ? അല്ലെന്ന്. പിന്നെ ഈ ബാഹുലയ മുതലാളിയുടെ വീട്ടിന്റെ അവിടെ കിടന്ന് കറങ്ങാൻ തരടാ. അപ്പൊ നീ മോൻ. അവിടെ ഒരു 3-4 കോഴി കിടന്ന് കിടക്കണ്ട. അവരൊക്കെ പുള്ളിയുടെ മക്കളാണ്. എന്റെ പൊന്നു സുഹൃത്തെ, ഒരു 10,000 രൂപ കടം ചോദിക്കാൻ വേണ്ടി ചെന്നാ ഞാൻ. അപ്പൊ ആരാണ്ട് വന്ന് കറുത്ത തുണിയിട്ട് മൂടി എന്നെ പൊക്കിയെടുത്തോണ്ട് പോയി. ഞാൻ വിചാരിച്ചു വല്ല പരുന്ത് റാഞ്ചി കൊണ്ടുപോയി. ആ പരുന്ന് റാഞ്ചിയ പരുന്നാണ് താണ്ട് ഈ നിക്കണത്. കാണിച്ചു വെച്ചിട്ട് ചേട്ടാ, ഞാൻ അറിഞ്ഞില്ലടാ ചെറുക്ക. എനിക്ക് പെട്ടെന്ന് എന്റെ അളിയനാണ് ബാഹുലയൻ. ഈ പ്രൊഡ്യൂസറിന്റെ പിന്നെ മോനേക്കായും കൂടുതൽ കാര്യല്ലേ എന്നോട്. ഓ, അങ്ങനെയാണെങ്കിൽ മോനെക്കാട്ടി നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വില പേശുന്നു. വിളിയടാ. നിങ്ങളുടെ വാ തന്നെ നിങ്ങൾക്ക് വിനയൻ സാറായി. വിനയൻ സാറാ? വിനയായി. അതുകൊണ്ട് ആപത്ത് എന്തേ കാണിക്കണ. നീ ഇത് എടുക്കുമ്പോ ഒരു ദിവസം എടുക്കും. ഹലോ ബാഹുലയ മുതലാളി. ബാഹുലയ മുതലാളി ഒന്നുമില്ല അമ്മ, ഞാൻ വെറുതെ ഭയങ്കര പേടിപ്പിക്കണ സൗണ്ട് തന്നെ. നീ പറ, എനിക്കാണെങ്കിൽ എന്തോ പോലെ. ഹലോ, ബാഹുലേയനാണോ? അതെ. നിങ്ങളുടെ അളിയൻ ഇപ്പോ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അളിയന്റെ പേരെന്തുവാ? ബാബുളി. ഒരു വാപുളിയൻ. ബാബുളിയല്ല, ബാബുളിയൻ. ഒരു ബാബുളിയൻ നമ്മുടെ കയ്യിലുണ്ട്. ഓ. നമുക്കൊരു 10 കോടി രൂപ തരണം. 10 കോടിയോ? 10 കോടിയൊന്നും കാണത്തില്ല. പിന്നെ ഞാൻ ഒരു 2 ഇടാം. 2 കോടി മതിയോ? 2 മതി, ഉള്ളത് മതി. കഞ്ഞി 2 കോടി മതി. 2 കോടി മതി. GP നമ്പർ ഇത് തന്നെയല്ലേ? ഇതന്നെ ഇട്ടോട്ടോ. എന്നാ നോക്കിക്കോ. 2 കോടി ഇപ്പൊ ഇടാ. ഇതെന്തിനാ 200 ഇട്ടേക്കണേ? ബാഹുബലിനെയല്ലേ കൊണ്ടുപോയേക്കുന്നേ. അവൻ ഇത് തന്നെ ധാരാളമാ. അപ്പൊ ഈ പുള്ളിയെ അങ്ങോട്ട് കയറ്റി വിട്ടാ? ഇങ്ങോട്ടങ്ങനെ കയറ്റി വിട്ടാ നിന്റെ കാലിയും ചവിട്ടി പിടിക്കും. അയ്യോ, എന്തോ അങ്ങനെ പറയണേ? 16 ചെക്ക് കേസിലെ പ്രതിയാ. അല്ല, പാടിലോറിൽ കയറ്റി വിടാ അവനെ. എടാ, യമൻ ചെക്ക് കേസിലെ പ്രതിയൊന്ന് 10-14 കേസില് പോയി ഇറങ്ങി പോയി. ഒരു ചെറിയ തെറ്റ് പറ്റി. നിങ്ങളെ വന്ന വഴി അങ്ങ് പോവോ? അയ്യോ, ഞാൻ പോലെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റൂല. പെണ്ണും പിള്ളേരുടെ കൂടെ തൊഴിലുറപ്പിന് പോയിട്ട് വരുന്നത്. ആ ജോലിക്ക് പോയി ജീവിച്ചൂടെ? പിന്നെ നിനക്ക് അറിയാൻ പിള്ളേരുടെ പെണ്ണും പിള്ളേരെ. എടാ, ഭയങ്കര അഹങ്കാരിയാണ്. അവിടെ രാവിലെ കുറിച്ച് കുളിയും തൊട്ട് നേരെ രാജേഷിന്റെ ഷർട്ടൊക്കെ മേടിച്ചിട്ട് പണിക്കൂ. നിങ്ങളെ ഷർട്ട് ഇട്ടോണ്ട് കൂടെ? അവർക്ക് കർച്ചീഫല്ല വേണ്ട, ഷർട്ടാ. എന്റെ ഷർട്ട് പാകാവില്ല. നിങ്ങൾ പോണ സത്യം ഞാൻ പറയട്ടെ, ഞങ്ങള് സിനിമാക്കാരാണ്. ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. സിനിമാക്കാരാണ്? എന്റെ ദൈവമേ, എന്നാ നേരത്തെ പറയണ്ടേ? ഞാൻ റൈറ്റർ, ആക്ടർ. എന്റെ ദൈവമേ, എന്റെ അളിയൻ തന്നെ പ്രൊഡ്യൂസർ അല്ലേ? പിന്നെ ഞാൻ എത്ര തിരക്കഥകൾ എഴുതിയേക്കണു. പണ്ട് ജോഷി സാർ എന്നെ വിളിക്കും, മോനെ ഒരു തിരക്കഥ എഴുതണം. ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴേക്കും സത്യൻ സാർ വിളിക്കും, അടുത്തൊരു തിരക്കഥ എഴുതാവോ. ഇത് എഴുതാൻ നേരത്ത് നേരെ കമൽ സാർ വിളിക്കും, ഒരു തിരക്കഥ എഴുതണം. എഴുതി ഒന്നും എഴുതിയില്ല. എഴുതാൻ വേണ്ടി പേരെടുക്കുമ്പോ ഇവിടെയൊക്കെ വിളിക്കല്ലേ, ഈ തിരക്കിന്റെ ഇടയ്ക്ക് നേരം വേണ്ടേ? ഉള്ള നേരം കൊണ്ട് ഞാൻ ഒരു സെറ്റപ്പ്, ഒരു പടം എഴുതി വെച്ചിട്ടുണ്ട്. അത് നല്ലതാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് സിനിമയൊക്കെ വെറൈറ്റി ആണ്. വേണ്ട വേണ്ട, ഇവിടെ 10-30 സ്ക്രിപ്റ്റ് വേണ്ട വേണ്ട. നിന്റെ സ്ക്രിപ്റ്റ് കപ്പലടിക്കാർക്ക് പോലും വേണ്ട. പോടാ, നിങ്ങൾ നല്ല കേട്ടു നോക്ക്. നല്ല കഥ എഴുതട്ടെ. നമ്മുടെ ഈ പടം ആദ്യം മുതൽ അവസാനം വരെ നടക്കുന്നത് കൊടും കാട്ടിലാണ്. പക്കാ വെറൈറ്റി. കാടൊക്കെ കുറെ വന്നിട്ടുണ്ടെന്ന്. വെറൈറ്റി ഇല്ല. അടുത്ത് കേട്ടു. നായകനും കുടുംബത്തിനും കാട്ടിലെ കപ്പ കൃഷിയാണ്. കപ്പ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പടം മലയാള സിനിമയിലുണ്ടോ? നമ്മുടെ ഫസ്റ്റ് സീൻ, നായകനും അച്ഛനും കപ്പ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു എലി വന്നിട്ട് നായകനെ കടിക്കുന്നു. നായകന്റെ അപ്പൻ തന്നെ മരിക്കുന്നു. എലി കടിച്ച് അങ്ങനെ മരിക്കണത്? പിന്നെ എലിപ്പനി വന്ന ചാവില്ല മനുഷ്യൻ. എലിപ്പനി വന്ന ചാവും. ഇത് നായകന് എലിയോട് ഭയങ്കര പ്രതികാരം തോന്നും. ഒന്നും നോക്കൂല, നേരെ അടുക്കളയിൽ പോകുന്നു, പപ്പടം കുത്തി എടുക്കുന്നു. പാല് പോകുന്ന എലിയെ എറിഞ്ഞു വീഴിക്കുന്നു. പാറയമ ഇങ്ങനെ ഇരുന്നിട്ട് പറയും, കൊല്ലണം, എലിയെ കൊല്ലണം, കൊല്ലണം, എലിയെ കൊല്ലണം. അപ്പൊ നമ്മൾ ടൈറ്റിൽ കാണിക്കും, എലി വേലായുധൻ. പുലിമുരുകൻ എഴുതിയാലോ? അല്ല, അത് പറ്റില്ല. അപ്പൊ സെയിം അടിക്കും. അപ്പൊ കഥയോ? അത് പണ്ടേ സെയിം ആണല്ലോ. അടിച്ചാൻ കൊല്ലു, ഇറങ്ങിപ്പോയി ഇവിടുന്ന്. ഞങ്ങളെ നല്ല കിടില കഥ നമ്മളേലുണ്ട്. ഒരു കാര്യം പറയാം, നിങ്ങളുടെ കഥ എനിക്കൊന്ന് കേൾക്കണം. നമ്മളെ കഥ നടക്കുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞും മഴയും തണുപ്പും തേയിലക്കാടിന്റെ പച്ചപ്പും നിറഞ്ഞ ഇടുക്കിയിലെ കട്ടപ്പന എന്ന് പറയുന്ന ഗ്രാമം. മലമേലെ തിരിവെച്ച് വീരാറിൻ തിരിവെച്ച് ഒരു തൂകും പെണ്ണല്ലേ ഇടുക്കി. ബാലൻസ്. 2 കാലുകളും സുഖമില്ലാത്ത കുര്യാക്കോസിന്റെ കുടുംബത്തിന്റെ കഥയാണ് കുര്യാക്കോസിന്റെ വിലാപം. അതാണ് സിനിമയുടെ പേര്. അല്ല, പിന്നെ പേര് മാറ്റണം. പിന്നെ
കുര്യാക്കോസിന്റെ വെരിക്കോസ്. എന്തിനാ അങ്ങനെ പറഞ്ഞേ? കാലുമ സുഖമല്ലെന്നല്ല പറഞ്ഞേ, കാലിൽ വന്ന അസുഖമാണ് വെരിക്കോസ്. എടീ, ഇത് ശരിയല്ല. ആ പേരൊന്നും ഇടാൻ പറ്റത്തില്ല. നിന്റെ പൈസ അങ്ങനെ പൈസ തരാന്നല്ലേ പറഞ്ഞ ബാക്കി വയ്ക്കും. എഴുതിയിട്. ഈ കുര്യാക്കോസ് എന്ന് പറഞ്ഞാൽ അച്ഛനുമില്ല അമ്മയും ഇല്ലാത്ത ഒരാളാണ്. ടെസ്റ്റ് ട്യൂബ് ശിശു. അല്ല, അച്ഛനൊന്നില്ലെങ്കിൽ പിന്നെ എന്നെ സംഭവം അതല്ലെന്ന്, കൊച്ചിയിലേ മരിച്ച്. കൊച്ചിയിൽ എവിടെ വെച്ച്? വയറ്റിൽ വെച്ചാ? അല്ല, കുണ്ടന്നൂര് വെച്ച്. എടോ, കുഞ്ഞുനാളി മരിച്ചു പോയെന്ന്. കുഞ്ഞുനാളിൽ മരിച്ചു പോയി. അങ്ങനെ എന്നിട്ട് മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ നായകൻ കട്ടപ്പനയിൽ നിന്നും തേയില പറിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ട്രെയിൻ ഇടിച്ചു മരിക്കുകയാണ്. എവിടെ വെച്ച് മരിക്കണു? കട്ടപ്പന. ട്രെയിൻ ഇടിച്ച് കട്ടപ്പന. എവിടാ ട്രെയിൻ? കൊല്ലി ഞാൻ. ട്രെയിൻ അത് സർക്കാർ അവർക്ക് ഒരെണ്ണം കൊടുക്കണം, ബാക്കി എല്ലാ ജില്ലക്കാർക്ക് കൊടുത്തില്ല. അവിടെ എന്താ ട്രെയിൻ കൊടുത്താൽ ശരിയാവൂല. ട്രെയിൻ അപകടം ശരിയാവൂല. ട്രെയിൻ വേണ്ട, പോട്ടെ. ഹെലികോപ്റ്റർ അങ്ങനെ കൊണ്ടുവന്ന് ഇടിക്കാമല്ലോ. പൈസ ഒരുപാടാവൂലേ? സെക്കൻഡ് ഹാൻഡ് മതി, വലുതൊന്നും വേണ്ട. OLX കിട്ടും ചെറിയ. ഹെലികോപ്റ്റർ ഇടിച്ച് കുര്യാക്കോസ് മരിക്കുന്നു. മോളിൽ കിടപ്പോടെ ഹെലികോപ്റ്റർ താഴെ നിൽക്കണ കുര്യാക്കോസിനെ എങ്ങനെ ഇടിക്കും? ഈ കുര്യാക്കോസ് എപ്പോഴും താഴെ നിൽക്കൂലല്ലോ. ഇടയ്ക്ക് പാക്ക് പറിക്കാൻ വേണ്ടി അടയ്ക്കാൻ മരത്തിൽ കയറും. അപ്പൊ ഹെലികോപ്റ്റർ വന്നിടിക്കുന്നു, കുര്യാക്കോസും പടക്കയും കൂടി താഴെ വീഴുന്നു. പോരെ? ബാക്കി പറ. അവിടെയാണ് ഭയങ്കര സെന്റി കയറ്റുന്നത്. ഒരു തെണ്ടിനെ കേട്ടിട്ടുണ്ട് അവിടെ. എന്റെ അളിയൻ പ്രൊഡ്യൂസ് ചെയ്യണ പാടാ, ഞാൻ സമ്മതിക്കില്ല. സെന്റി ഭയങ്കര സങ്കടമാണെന്ന്. ബാക്കി അങ്ങോട്ട് കാണാണ്ട് അത് കഴിഞ്ഞ് ഭയങ്കര സങ്കടമാണ്. വായിച്ചു നോക്കിയാണ്. കുര്യാക്കോസും മരിക്കും. താഴെ വീണ്. അയ്യോ, വായിച്ചു നോക്ക്. ചവപ്പെട്ടിക്കുള്ളിൽ കിടക്കുന്ന കുര്യാക്കോസ്. കുര്യാക്കോസ് സൂപ്പർ. ആ വില്ലനെ കൊല്ലുന്ന സൂപ്പർ. രക്ഷപ്പെട്ട പുള്ളി ഇനി നമ്മളെ സിനിമ ചെയ്തോളൂ, കുഴപ്പമില്ല. ദൈവമേ, ഐമാക്സ് മക്കളെ സൂപ്പർ. താങ്ക്സ് ചേട്ടാ. എന്റെ ജീവിതത്തില് ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. ചേട്ടാ, ഈ പടം നിങ്ങൾ ചെയ്യണം. ചേട്ടാ സത്യം പറയല്ലേ, പടം ചെയ്യൂന്ന് പറഞ്ഞപ്പോ എന്റെ പെണ്ണുമുള്ള പേരെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന്. കൂട്ടുകാരന്മാരും വീട്ടുകാരും ഒന്നും അടുപ്പിക്കൂല, അതിനൊന്നും വേറെ പണിയില്ല എന്ന് വരെ ചോദിച്ചു. അണ്ണനാണ് നല്ലത് ഇങ്ങനെ പറഞ്ഞത്. ഓൻ പറയടാ അവരോട്. ഈ പടം എത്ര കോടി മുടക്കിയാലും എന്റെ അളിയൻ ബാഹുലേനെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. അണ്ണന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ കഥ? എന്നെ കിണിപ്പ്. ഇതാണ് സ്ക്രിപ്റ്റ്. അതല്ല എടാ, വെറും 10,000 രൂപ തരാത്ത ആ തെണ്ടി എനിക്കിട്ട വില എത്ര? 200 രൂപ. ഈ പടം 8 നിലയിൽ പൊട്ടും. അവൻ തെണ്ടി കുത്തുവാളെടുത്ത് പിച്ചപ്പ് കെട്ടിയായിട്ട് നടക്കുന്നത് ഞാൻ കാണും. അപ്പം മലയാള സിനിമയിൽ നമ്മൾ കാലെടുത്ത് വെക്കണ്ടേ? ആ കാലിനെ വെട്ടു. മോഹനാ.